ഏറ്റവും വലിയ അക്ഷാംശവൃത്തം ഏതാണ്? ഉത്തരം എ. ഭൂമധ്യരേഖ. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? എ. ഏപ്രിൽ 15, ബി. മാർച്ച് 24, സി. ജൂൺ 6. ഉത്തരം ബി. മാർച്ച് 24. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? എ. മലേറിയ, ബി. മന്ത്, സി. ക്ഷയം. ഉത്തരം ബി. മന്ത്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? എ. ത്രോംബോസിസ്, ബി. അനീമിയ, സി. രക്തസ്രാവം. ഉത്തരം എ. ത്രോംബോസിസ്. ലോക രക്തദാന ദിനം ആചരിക്കുന്നത് എന്നാണ്? എ. ജൂൺ 6, ബി. ഏപ്രിൽ 15, സി. ജൂൺ 14. ഉത്തരം സി. ജൂൺ 14. ദേശീയ രക്തദാന ദിനം എന്നാണ്? എ. ഒക്ടോബർ 1, ബി. ജൂൺ 14, സി. ഏപ്രിൽ 15. ഉത്തരം ഒക്ടോബർ 1. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? എ. 2007, ബി. 2001, സി. 2005. ഉത്തരം സി. 2005. വടക്കുകിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്? എ. തുലാവർഷം, ബി. കാലാവർഷം, സി. മൺസൂൺ മഴ. ഉത്തരം എ. തുലാവർഷം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം ഏതാണ്? എ. കായൽ, ബി. കടൽ, സി. തടാകം. ഉത്തരം ബി. കടൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഹിമാദ്രി, ബി. ഹിമാചൽ, സി. കാരക്കോറം. ഉത്തരം സി. കാരക്കോറം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? എ. നീലഗിരി, ബി. സത്പുര, സി. ഇവയൊന്നും അല്ല. ഉത്തരം എ. നീലഗിരി. നീലഗിരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എ. കർണാടക, ബി. മഹാരാഷ്ട്ര, സി. തമിഴ്നാട്. ഉത്തരം സി. തമിഴ്നാട്. ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? എ. മഞ്ചീര, ബി. ഗോമതി, സി. സത്ലജ്. ഉത്തരം എ. മഞ്ചീര. ഗംഗാ നദിയുടെ പോഷക നദി ഏത്? എ. സത്ലജ്, ബി. ഗോമതി, സി. മഞ്ചീര. ഉത്തരം ബി. ഗോമതി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏതാണ്? എ. 1986, ബി. 1985, സി. 1984. ഉത്തരം ബി. 1985. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്?
എ 1986, ബി 1985, സി 1984. ഉത്തരം എ 1986. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതെല്ലാം? എ തിരമാല, ബി സൗരോർജം, സി കാറ്റ്. ഉത്തരം ഇവയെല്ലാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? എ ഗാന്ധിജി, ബി ബാലഗംഗാധര തിലകൻ, സി ഭഗത് സിംഗ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ബി ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ആണ്? എ 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി, ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, സി 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ആണ്? ഉത്തരം ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? എ പ്രാഥമിക മേഖല, ബി തൃതീയ മേഖല, സി ചതുഷ്ടായ മേഖല. ഉത്തരം എ പ്രാഥമിക മേഖല. സ്കൂളുകളിൽ ഇരുമ്പ് അടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി? എ WIFS, ബി KIFS, സി NIFS. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി? ഉത്തരം എ WIFS. സ്കൂളുകളിൽ ഇരുമ്പ് അടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ഉത്തരം WIFS. ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഏത്? എ യോഗക്ഷേമ സഭ, ബി രാമകൃഷ്ണ മിഷൻ, സി ബ്രഹ്മസമാജം. ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഏത്? ഉത്തരം ബി രാമകൃഷ്ണ മിഷൻ. നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ധനകാര്യം, ബി വിദേശകാര്യം, സി പ്രതിരോധം. ഉത്തരം എ ധനകാര്യം. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ? എ റെയിൽവേ, ബി വാർത്താവിനിമയം, സി പോലീസ്. ഉത്തരം സി പോലീസ്. ദേശീയ പത്രദിനം എന്ന്? ദേശീയ പത്രദിനം എന്ന്? നാഷണൽ പ്രസ് ഡേ. എ നവംബർ 11, ബി നവംബർ 16, സി നവംബർ 20. ഉത്തരം ബി നവംബർ 16. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു?
എ ഫസൽ അലി, ബി സുകുമാർ സെൻ, സി പോറ്റി ശ്രീരാമുലു. ഉത്തരം ബി സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? ഉത്തരം സി സുകുമാർ സെൻ.